ഹലോ ഗൈസ്, ഇപ്പൊ എല്ലായിടത്തും ട്രെൻഡ് എന്ന് പറയുന്നത് കൈകൊട്ടിക്കളിയാണ്. അപ്പൊ അതുപോലെ നമുക്കും ഉണ്ട് കേട്ടോ ഒരു കൈകൊട്ടിക്കളി ടീം. വൈകിട്ട് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഉച്ചയ്ക്ക് നമുക്ക് മൈലാഞ്ചി ഇടാനും അതുപോലെ നമ്മുടെ ഫൈനൽ പ്രാക്ടീസിനും ഒക്കെ ആയിട്ട് പോകണമായിരുന്നു. അപ്പൊ ഇന്ന് ഞാനും അമ്മു നിശ ഒരുമിച്ചാണ് പോകുന്നത്. നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ നിന്ന് ഒരുപാട് പിള്ളേരുണ്ട് കേട്ടോ കൈകൊട്ടിക്കളിക്ക്. മൈലാഞ്ചി ഇടുന്നതും ഫൈനൽ പ്രാക്ടീസിന്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തതാണ്. പക്ഷെ എനിക്കറിയത്തില്ല, ഞാൻ എഡിറ്റ് ചെയ്യാൻ ഫോൺ എടുത്തപ്പോൾ ആ വീഡിയോ ഇതിൽ കാണാനേ ഇല്ല. എന്തായാലും നമ്മൾ മൈലാഞ്ചി ഒക്കെ ഇട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാട്ടോ. ഇനി ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചു വരണേ. ബിസ്ക്കറ്റ് ഡ്രസ് ഞാൻ എവിടെ പോകുന്നറിയോ? റെഡിയാ. ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വന്നേ കേട്ടോ. കുളിച്ചിട്ട് സെയിം ഡ്രസ്സ് ഇട്ടെന്നേ ഉള്ളൂ. കുളിച്ചില്ലെന്ന് ആരും വിചാരിക്കല്ലേ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരിടത്ത് വെറുതെ ഇരിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. നമ്മളെ സാരി ഉടുപ്പിക്കാനുള്ള താമസിച്ചെടുത്തോളൂ. അപ്പോൾ അത്ര നേരം നമ്മൾ വെറുതെ ഇരിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഫോൺ എടുത്തിട്ട് സ്നാപ്പൊക്കെ എടുത്ത് ഇങ്ങനെ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തിട്ടിരുന്നു. അതൊക്കെയല്ലേ ഒരു രസം. പിന്നെ നമുക്ക് മുടി കൊണ്ട കെട്ടണം, മീൻസ് എൻ്റെ വട കെട്ടണം. അപ്പോൾ മുടിയൊക്കെ സെറ്റാക്കി തന്നു ചേച്ചി. പിന്നെ എൻ്റെ ഫുൾ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. ഈ ലൈബ്രറി സുവർണ്ണ ജൂബിലി വരെ കൊണ്ടെത്തിച്ചിരിക്കുന്നതിന് സമൂഹത്തിന് നമുക്കൊരു ക്ലബ്ബിലായിരുന്നു കേട്ടോ പ്രോഗ്രാം. അപ്പം പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമുക്ക് ആ ഓഡിറ്റോറിയത്തിനകത്ത് കുറച്ച് നേരം ഇരിക്കുകയൊക്കെ വേണമായിരുന്നു. പിന്നെ എന്താ, കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങ് പോരുന്നു. ഡാൻസ് വീഡിയോ ഞാൻ ഇട്ടേക്കാമേ. ഡാൻസ് വീഡിയോ കിട്ടിയില്ല, കിട്ടുമ്പോൾ ഞാൻ എന്തായാലും ഇടാമേ. അപ്പോൾ ഓക്കെ, ബൈ.